ഇന്നത്തെ റെസിപ്പി വന്നിട്ട് നെയ്ച്ചോറുണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് മുന്നേ ഞാൻ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അതിനായിട്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ബസ്മതി റൈസ് തന്നെ എടുത്തിരിക്കുന്ന ഒരു 2 കപ്പ് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചെടുത്ത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് ഒന്ന് ചൂടായി വന്നപ്പോൾ അതിൽ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്ത് അതൊന്ന് സോട്ടായി വന്നപ്പം അതിലേക്ക് നീളത്തിനരിഞ്ഞ പച്ചമുളകും സവാള ഒരു പകുതിയാണ് എടുത്തിരിക്കുന്നത്, അതും നീളത്തിനരിഞ്ഞ് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കഴിക്കുന്ന ഏതൊരു വെജിറ്റബിൾ നമുക്കിതിൽ ആഡ് ചെയ്യാം. ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് സോട്ടായി എടുക്കുക. പിന്നെ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ അരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് സ്പൂൺ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. 1/4 കപ്പ് വെള്ളം ഇതിൽ ഞാൻ ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതിൽ വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം നന്നായിട്ട് ആ ചോറിൽ നന്നായിട്ട് പിടിച്ച് റൈസ് നന്നായിട്ട് കുക്കായി വരുന്നുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്ന് ഇളക്കി യോജിച്ച് കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് വീണ്ടും അടച്ചു വെച്ചൊന്ന് വേവിക്കുക. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റൈസ് കുക്കായി കിട്ടും. അതിന് ശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ കാഷ്യൂനട്ടും കിസ്മിസും കൂടെ പിന്നെ അതുപോലെ തന്നെ ഒണിയനും നമുക്ക് സ്ലൈസ് ചെയ്തൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഇതിലൊന്ന് തൂവി കൊടുക്കാം. അതുപോലെ എണ്ണയിൽ നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗീ റൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.